Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome to തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് നമ്പർ 7. സോ പലരും ചോദിക്കാൻ തുടങ്ങി തട്ടിക്കൂട്ട് സെറ്റപ്പ് നിർത്തിയോ, എന്താണ് സംഭവിച്ചതെന്നൊക്കെ. ആക്ച്വലി നിർത്തിയിട്ടൊന്നുമില്ല. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് എൻട്രീസ് കുറവായതുകൊണ്ടാണ് ആക്ച്വലി ഒന്ന് ലിമിറ്റ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 3 സെറ്റപ്പ് എൻട്രീസ് ആണുള്ളത്. ഇതും കുറച്ച് പഴയതാണ്. ആക്ച്വലി കുറേ നാളായിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ വേണ്ടി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻട്രീസ് അയക്കാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. എങ്ങനെയാണ് അയക്കേണ്ടത്, എവിടെയാണ് അയക്കേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുതിയ എൻട്രീസ് വരുന്നിടം വരെ ചെറിയ ബ്രേക്ക് ആയിരിക്കും തട്ടിക്കൂട്ട് സെഗ്മെന്റിന്. ആൻഡ് എൻട്രീസ് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഫസ്റ്റ് എൻട്രി ആണ് സാന്റോ വർഗീസ് ഫ്രം കോട്ടയം. സോ പുള്ളിയുടെ സെറ്റപ്പ് നോക്കുവാണെങ്കിൽ പ്രോസസർ ഇതിലുള്ളത് Ryzen 5 3400G APU ആണ്. മദർബോർഡ് ഗിഗാബൈറ്റിന്റെ B450 DS3H മോഡലാണ്. RAM 16GB 3000 MHz കോർസെയർ വെഞ്ചൻസ് LPX ഡ്യുവൽ കിറ്റ് ആണ്. APUയുടെ കൂടെ തന്നെ ഒരു ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് കാർഡും യൂസ് ചെയ്യുന്നുണ്ട്. ഗിഗാബൈറ്റിന്റെ RX 570 ഗെയിമിംഗ് 4GB എഡിഷൻ ആണ്. സ്റ്റോറേജിന് വെസ്റ്റേൺ ഡിജിറ്റലിന്റെ 120GB M.2 സ്റ്റോറേജ് ആണ്. അതേപോലെ ഹാർഡ് ഡിസ്കും 1TB വെസ്റ്റേൺ ഡിജിറ്റൽ ആണ്. പവർ സപ്ലൈ ഇതിൽ യൂസ് ചെയ്യുന്നത് ആൻടെക്കിൻ്റെ BP450P എന്ന മോഡലാണ്. കേസ് ആൻടെക്കിൻ്റെ NX 200 ബജറ്റ് കേസാണ്. അപ്പോൾ ഈ സെറ്റപ്പിൽ മോണിറ്റർ പുള്ളി യൂസ് ചെയ്യുന്നത് ബെൻക്യൂ ബ്രാൻഡിൻ്റെ GW2480 28 ഇഞ്ചിൻ്റെ IPS മോണിറ്ററാണ്. സൗണ്ടിന് വേണ്ടി ഇംപെക്സ് 2.1 മ്യൂസിക് പ്ലസ് എന്ന് പറയുന്ന ഒരു സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കീബോർഡും മൗസും ഡെല്ലിൻ്റെ നോർമൽ കീബോർഡാണ്. സോ അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് എൻട്രി സാന്റോ വർഗീസിൻ്റെ. പുള്ളി ഇത് മെയിൻലി ഗെയിമിങ്ങിനും അത്യാവശ്യം പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് വർക്ക്സിനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഒരു മിഡ് റേഞ്ച് സെറ്റപ്പ് എന്ന് പറയാൻ പറ്റും. ഒരു APU ആണ് 3400G. അതിന്റെ കൂടെ തന്നെ RX 570 യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഡീസന്റ് പെർഫോമൻസ് ആയിരിക്കും തരുന്നത്. കീബോർഡും മൗസും ആകട്ടെ ഹൈഫൈ കീബോർഡോ ഗെയിമിംഗ് മൗസോ കീബോർഡോ ഒന്നുമല്ല, നോർമൽ കീബോർഡും മൗസും ആണ് യൂസ് ചെയ്യുന്നത്. അത് ആക്ച്വലി അയച്ചിട്ട് കുറെ നാളായി. ഇപ്പോഴും ഈ സെറ്റപ്പ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. സ്പേസ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ കേബിൾ മാനേജ്മെന്റ് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും നോർമൽ കേബിൾ മാനേജ്മെന്റ് കേസിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇതിലിനി അപ്ഗ്രേഡ്സ് എന്ന് പറയുന്നത് കീബോർഡും മൗസും വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഒരു നോർമൽ ഗെയിമിംഗ് കീബോർഡോ മൗസോ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ബ്രോ, താങ്ക് യു ഫോർ സെൻഡിങ് യു എൻട്രി. ആൻഡ് നെക്സ്റ്റ് സെറ്റപ്പ് നമുക്ക് വരുന്നത് മാഹിയിൽ നിന്നാണ്. മാഹിയിൽ നിന്ന് മുസ്ഹബീബ് ബിൻ ഉമർ അങ്ങനെ എന്തോ ആണ് പേര്. സോ പുള്ളിക്കാരനാണ് അയച്ചേക്കുന്നത്. ഇന്റൽ പെന്റിയം 4 CPU ആണ്. RAM 2GB DDR2 ആണ്. ഗ്രാഫിക്സ് കാർഡ് ഇല്ല എന്നാണ് പറയുന്നത്. ഹാർഡ് ഡിസ്ക് 500GB വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക് ആണ്. മദർബോർഡ് ഫ്രോൺടെക്കിന്റെ G31 മദർബോർഡ് ആണ്. പവർ സപ്ലൈ സെബ്രോണിക്സിന്റെ ഒരു പവർ സപ്ലൈ ആണ്. ക്യാബിനറ്റ് നോക്കി കഴിഞ്ഞാലും ഫോക്സിൻ ബ്രാൻഡിന്റെ ആണ്. അതേപോലെ മോണിറ്റർ LG ഫ്ലാട്രോൺ W1943C എന്ന മോഡലാണ്. കീബോർഡ് ലോജിടെക്കിന്റെ K200 കീബോർഡ് ആണ്. ഡെല്ലിന്റെ ഒരു മൗസ് ആണ്. അതേപോലെ സ്പീക്കേഴ്സ് പുള്ളി യൂസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ബ്രാൻഡിന്റെ ആണ്. സോ ഇതാണ് ഹബീബ് ബിൻ ഉമറിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പഴയ PC സെറ്റപ്പ്. ആക്ച്വലി പുള്ളി തന്നെ പറയുന്നുണ്ട് 9 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു PC ആണ്. ഒരു നോർമൽ ഹോം PC ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ വെബ് ബ്രൗസിങ്ങും മൂവീസ് കാണാനും അതേപോലെ ലൈറ്റ് പ്രോഗ്രാമിംഗ് ഇതൊക്കെയാണ് ഇതിൽ ബേസിക്കലി ചെയ്യുന്നത്. എന്തായാലും പുതിയ ജനറേഷൻ ഓർ പുതിയ കോമ്പോണൻസിലേക്ക് മാറുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അധികം യൂസ് ഒന്നുമില്ല, എന്നാലും ഓവറോൾ PCയുടെ സെറ്റപ്പും കാര്യങ്ങളും നോക്കുമ്പം കുഴപ്പമൊന്നുമില്ല. വെരി ബേസിക് ലോ എൻഡ് സ്പെക് ഉള്ള ഒരു PC ആണ്. സോ നിങ്ങളുടെ യൂസിന് ഓക്കെയാണ്. ഇനി നമ്മുടെ തേർഡ് ആൻഡ് ഫൈനൽ സെറ്റപ്പ് അയച്ചേക്കുന്നത് ധനിൽ AD ആണ് ഫ്രം തൃശ്ശൂർ. പുള്ളി ഇത് മോസ്റ്റ്ലി ഗെയിമിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നോർമൽ മൾട്ടിമീഡിയ മൂവി കാണാനും ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് 80,000 ആണ്. ഫുൾ സിസ്റ്റത്തിന്റെ പ്രൈസ് പുള്ളി പറയുന്നത്. എന്തായാലും പുള്ളിയുടെ സിസ്റ്റം ആൻഡ് പുള്ളിയുടെ ഗെയിമിംഗ് റൂം ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി സെറ്റപ്പ് ആണ്. സോ ഇതാണ് ധനിലിന്റെ ഫുൾ ഗെയിമിംഗ് റൂം ഓർ ഓവറോൾ ഗെയിമിംഗ് സെറ്റപ്പ്. PCയിലെ പ്രോസസർ നോക്കുവാണെങ്കിൽ AMD Ryzen 5 3600 ആണ്. B450M പ്രൈം മദർബോർഡ് ആണ്. ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത് സഫയറിന്റെ Radeon RX 580 8GB വേർഷൻ ആണ്. RAM യൂസ് ചെയ്യുന്നത് കോർസെയർ വെഞ്ചൻസിന്റെ 8GB DDR4 3000 MHz RAM ആണ്. SSD കിങ്സ്റ്റന്റെ 240GB SSD ആണ്. ഹാർഡ് ഡിസ്ക് വെസ്റ്റേൺ ഡിജിറ്റലിന്റെ 2TB 2 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പവർ സപ്ലൈ കോർസെയറിന്റെ VS 550 ആണ്. 550 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ്. ആൻഡ് കേസ് യൂസ് ചെയ്യുന്നത് കോർസെയറിന്റെ സ്പെക് 1 ആണ്. ഇനി ആക്സസറീസ് ആൻഡ് പെരിഫറൽസ് നോക്കുവാണെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾ തന്നെ റൂം കണ്ടതാണ്. സോ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. പുള്ളിയുടെ സ്പീക്കേഴ്സ് ലോജിടെക് ബ്രാൻഡിന്റെ Z902 5.1 സറൗണ്ട് ഓഡിയോ ഉള്ള ഒരു സ്പീക്കേഴ്സ് ആണ്. ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത് റെഡ്ഗെയറിന്റെ Hellfury 7.1 ഗെയിമിംഗ് ഹെഡ്സെറ്റ്സ് ആണ്. അതേപോലെ മൗസ് യൂസ് ചെയ്യുന്നത് ലോജിടെക്കിന്റെ G300 ഒപ്റ്റിക്കൽ ഗെയിമിംഗ് മൗസ് ആണ്. കീബോർഡ് പുള്ളി യൂസ് ചെയ്യുന്നത് കോസ്മിക് ബൈറ്റ് ബ്രാൻഡിന്റെ GK02 കൊറോണ ഗെയിമിംഗ് കീബോർഡ് ആണ്.
മോണിറ്റർ LG Ultra Gear 24 ഇഞ്ചിന്റെ ഫുൾ HD ഗെയിമിംഗ് മോണിറ്റർ ആണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും 1 ms റെസ്പോൺസ് ടൈമും. കോസ്മിക് ബൈറ്റിന്റെ വോൾക്കാനോ RGB മൗസ് പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. റെഡ് ഗിയറിന്റെ വയർലെസ് ഗെയിം പാഡ് ഉണ്ട്. അതേപോലെ കോസ്മിക് ബൈറ്റിന്റെ വയർലെസ് ഗെയിം പാഡ് ഉണ്ട്. ഓൾസോ പുള്ളിയുടെ ഗെയിമിംഗ് റൂം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു റേസിംഗ് ഗെയിം വീൽ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ത്രസ്റ്റ് മാസ്റ്റർ ഫെറാറി റെഡ് ലെജൻഡ് മോഡലാണ്. അതേപോലെ APC ബ്രാൻഡിന്റെ ബ്ലാക്ക് UPS BX110C ഒരു UPSും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഈ സെറ്റപ്പിൽ ഒരു PS3യും ഒരു PS4ഉം ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. 55 ഇഞ്ചിന്റെ Mi 4X Pro എന്നൊരു TV ആണ് ഇതിലുള്ളത്. സോ ഐ തിങ്ക് എല്ലാം ഞാൻ പറഞ്ഞ് ഫിനിഷ് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും ധനിൽ ബ്രോ അടിപൊളി ഗെയിമിംഗ് സെറ്റപ്പ് ആണ്. ഗെയിമിംഗ് റൂം എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി പറയുന്നത് PC ബിൽഡ് ചെയ്ത് ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് PC ബിൽഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഉള്ളതാണോ പൊക്കി പറഞ്ഞാണോ എന്നറിയത്തില്ല. എന്തായാലും കേൾക്കാൻ നല്ല സുഖമുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഇതിലെ ഓരോ കളക്റ്റബിൾസും ആർട്ടിഫാക്ട്സും മിനിയേച്ചേഴ്സും എല്ലാം തന്നെ 1 by 1 കളക്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ബിൽഡപ്പ് ചെയ്തൊരു ഗെയിമിംഗ് റൂമാണിത്. ഈവൻ ഗെയിംസിന്റെ CDസും കളക്ഷൻസും ആയാലും ഒരു സൈഡിൽ നല്ലപോലെ അത് അടുക്കി വെച്ചിട്ടുണ്ട്. ഈവൻ കൺട്രോളേഴ്സ് നോക്കിക്കഴിഞ്ഞാലും അതും നല്ലപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഹൈലൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ ടേബിളും അതിന് ഡ്രൈവ് വീൽ സെറ്റപ്പും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് TVയിലാണെന്ന് തോന്നുന്നു കണക്ട് ചെയ്തേക്കുന്നത്. മോസ്റ്റ്ലി നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും. 55 ഇഞ്ച് TVയിൽ നമ്മൾ ഫോർസ ഹൊറൈസൺ 4 അല്ലെങ്കിൽ പ്രൊജക്ട് കാസ് പോലത്തെ ഗെയിം കളിക്കുമ്പോൾ. ഇനി PCയുടെ സ്പെക്സ് നോക്കുവാണെങ്കിൽ നല്ലൊരു ഡീസൻറ്റ് സ്പെക്സ് ആണ്. ആകെ പറയാനുള്ളത് മേ ബി RX 580 ചേഞ്ച് ചെയ്യാൻ ഇതുണ്ടെങ്കിൽ കുറച്ച് ഫ്യൂച്ചറിൽ നല്ല ഗ്രാഫിക്സ് കാർഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു RTX 2060 ഒക്കെ Ryzen 5 3600 കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈലി പവർഫുൾ ഗെയിമിംഗ് PC ആയിരിക്കും. പിന്നെ പവർ സപ്ലൈ ഒരു ലോവർ ബഡ്ജറ്റ് പവർ സപ്ലൈ ആണ്. VS സീരീസ് അത് ഒരു CX സീരീസ് എടുക്കാവുന്നതാണ്. CX-M സെമി മോഡുലർ ഉണ്ട്, അത് നല്ലതാണ്. എന്താ പറയുക, അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ആകെ പറയാനുള്ളത് കേബിൾസ് കുറച്ചൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ബാക്കിലെ ഈ ലൈറ്റിംഗ് ഒക്കെ കാരണം കേബിൾസ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് കുറച്ച് ഹൈഡ് ചെയ്ത് ടേബിളിൻ്റെ ലെഗിൻ്റെ ബാക്കിലൊക്കെ പ്ലാസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ കെട്ടി വെച്ച് കുറച്ചൊന്ന് ഹൈഡ് ചെയ്ത് ഒതുക്കി വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാൻ അടിപൊളിയായിരിക്കും. അല്ലാതെ ബ്രോ ഒന്നും തന്നെ പറയാനില്ല. ഹാറ്റ്സ് ഓഫ്, അടിപൊളി ഒരു ഗെയിമിംഗ് മാൻ കേവ് അല്ലെങ്കിൽ ഫുൾ ഗെയിമിംഗ് റൂമാണ്. താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ് ദി എൻട്രി ബ്രോ. സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് നമ്പർ 7. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് തട്ടിക്കൂട്ട് സെറ്റപ്പിന് ചെറിയ ബ്രേക്കാണ്. എനിക്ക് ബ്രേക്കാണ്, നിങ്ങൾക്കല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രീസ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അയച്ചു തരാവുന്നതാണ്. നമ്മളൊരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് എൻട്രീസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും അതുവരെ ചെറിയൊരു ബ്രേക്കാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. എന്തായാലും ഗൈസ്, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.